ഹായ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കവായ് ഫോൾഡിങ് നോട്ട് ബുക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. വീതി എന്ന് പറയുന്നത് നമ്മുടെ 30 ഹൈറ്റ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അതിന് നമ്മളിങ്ങനെ ഗ്രിഡ് ലൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെക്ക് പോലെ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ കളർ ചൂസ് ചെയ്തിട്ടുള്ളത് യെല്ലോ കളറാണ്. അപ്പോൾ അതിങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ അങ്ങനെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിലോട്ടും കൂടെ ഒന്ന് വരച്ചെടുക്കാം കേട്ടോ. ഇത് ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഈ ഡിസൈൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഡിസൈൻ നോക്കുക. കാരണം ഇത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള ഡിസൈനാണ്. എനിക്ക് ടാസ്ക്കാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് വളയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് മുഴുവനായിട്ടും ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതാ നമുക്കിത് ഇങ്ങനെ മടക്കി കൊടുക്കാനുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടും സെയിം അളവിൽ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അളവൊന്നും നോക്കിയിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളിലൊന്നും ഇങ്ങനെയൊന്നും വരയ്ക്കാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതാ നെക്സ്റ്റ് നമുക്ക് ഇതിൽ ഒട്ടിക്കാനുള്ള ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. നോട്ട് പാഡും പിന്നെ ടു ഡു ലിസ്റ്റിൻ്റെ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമുക്കിങ്ങനെ ഏതളവാണോ വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഹൈറ്റും ഒക്കെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതേ അളവിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു A4 ഷീറ്റിൽ നിന്ന് നമുക്ക് 3 എണ്ണമാണ് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് കാണിച്ചാണ് കേട്ടോ. മുഴുവനായിട്ടും കാണിക്കുന്നില്ല, കുറച്ചെണ്ണം ചെയ്തിട്ട് അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതും എങ്ങനെ ഡിസൈനാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ ബ്രഷ് പെന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് പെൻ ഇല്ലെങ്കിൽ നമ്മുടെ സാധാ ഫാബ്രിക് കളേഴ്സും അതൊക്കെ ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ സാധാ സ്കെച്ച് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനി 3 എണ്ണത്തിന്മേൽ ഈ ഒരു ഡിസൈന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറേ എണ്ണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കാണ്ട് നെക്സ്റ്റ് ആയിട്ടുള്ളത് ചെയ്യാം. അപ്പോൾ ഇതാ അതിൽ അത്യാവശ്യം പേജുണ്ട്. എത്രയോ 8 പേജസൊക്കെ ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വേറൊരു A4 ഷീറ്റ് പകുതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ചെറുതാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ചെറുത് എടുത്തിട്ടുള്ളത്. നോട്ട് പാഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഇതിന്മേൽ നമുക്ക് എത്രയോ 4 പീസസൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. ഞാനങ്ങനെ അളവൊന്നും നോക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി നോക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു പകുതിന്മേൽ നമുക്ക് 4 കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഗ്രിഡ് ലൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ബ്രഷ് പെൻ വെച്ചിട്ടല്ല, ഫാബ്രിക് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെക്കാട്ടും നല്ലത് മറ്റേത് ബ്രഷ് പെൻ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. കാരണം പെട്ടെന്ന് ചെയ്യാൻ അതായിരിക്കും സുഖം. അപ്പോൾ ഇതും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റിക്കി നോട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്റ്റിക്കി നോട്ടിന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. സെല്ലോ ടാപ്പ് ഒന്നും ആവശ്യമില്ല. അതാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏത് അളവാണോ വേണ്ടത് അതിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതുമ്മ ഡിസൈൻ ചെയ്യുന്നത് ബ്രഷ് പെൻ വെച്ചിട്ടാണ്. ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെ 4 ഭാഗം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഡിസൈൻസൊക്കെ നോക്കിയിട്ടുള്ളത് Pinterest നിന്നാണ്, അതിലുണ്ടാകും.
അപ്പോൾ ഇതാ അത് അതേപോലെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇതും നമുക്കിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ളത് നോട്ട് പാഡ് തന്നെയാണ് കേട്ടോ. ഇതും നോട്ട് പാഡാണ്. ഇത് ഞാൻ റൗണ്ട് ഷേപ്പ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ കട്ട് ചെയ്ത് അപ്പോൾ റൗണ്ട് ഷേപ്പ് ഒന്നുമില്ല എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ വയ്ക്കില്ല, അതുകൊണ്ട് റൗണ്ട് ഷേപ്പ് ഒന്നല്ല കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങളടുത്ത് വള അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുമ്മ ഞാനിതാ ഒരു ക്യാറ്റിൻ്റെ ഒരു ചിത്രമാണ് വരച്ചത്. ഫസ്റ്റ് ഞാനൊരു എം പോലെ ഇട്ടിട്ട് പിന്നെ കൈ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് മായ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേറെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ വേണമെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ചെവി എന്തൊക്കെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അങ്ങനത്തെ കുറച്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാപ്പിൾ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഇതുമ്മേ നമുക്ക് ഇത് ടു ഡു ലിസ്റ്റിൻ്റെ പേപ്പറാണല്ലോ. അപ്പോൾ അതിൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ ബോക്സൊക്കെ ചെറിയ ചെറിയ ബോക്സസൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് വരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 6 ബോക്സാണ് വരക്കുന്നത്. നിങ്ങളടുത്ത് എത്ര സ്പേസാണുള്ളത് അത്രയ്ക്കും ബോക്സ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതാ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. ഞാൻ ശരിക്കും ഒരു ചേർത്തും കൂടെ ആവശ്യമുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചിനി വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരുന്നത്. ലെഫ്റ്റ് ഭാഗത്ത് ചെറുതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുത് ഉണ്ടാക്കാൻ നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാ ഇനി നമുക്കിത് കറക്റ്റ് ചെയ്ത് വെക്കണം. അങ്ങോട്ട് സ്റ്റാപ്ലെയർ വെച്ചിട്ട് അടിക്കാനുണ്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളും കറക്റ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് കറക്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞങ്ങളടുത്ത് സ്റ്റാപ്ലെയർ ഇല്ല എന്നുണ്ടെങ്കിൽ പശ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പശ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഉണക്കിയാൽ മതി. പശ തേക്കുന്നത് നല്ലത് ഇതായിരിക്കും. കാരണം പശ തേച്ചിട്ട് കുറേ നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ അതിലേറെ സിമ്പിളായിട്ടുള്ള ഇതാണ്. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതും ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ. ഇതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇതും സ്റ്റാപ്ലെയർ അടിക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതും സ്റ്റാപ്ലെയർ അടിച്ചു. നെക്സ്റ്റ് ഇതാണ് സ്റ്റാപ്ലെയർ അടിക്കാനുള്ളത്. ഇതും നമുക്കിതാ കറക്റ്റ് ചെയ്തിട്ട് വെക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കുവാണെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനൊക്കെ യൂസ്ഫുള്ളാണ്. പിന്നെ നമുക്ക് സ്റ്റിക്കി നോട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ സ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇത് മുഴുവനും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സെല്ലോ ടാപ്പ് വെച്ചിട്ടും ചെയ്യാം ഇതില്ലാത്തവർക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് സെല്ലോ ടാപ്പ് ഉണ്ട്, പക്ഷേ നമുക്കിത് ഒറിജിനാലിറ്റിയാണ് കിട്ടേണ്ടത്. ഒറിജിനൽ പോലെയാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇത് സ്റ്റിക്ക് നോട്ട് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഒറിജിനൽ പോലെ തന്നെ നമുക്ക് ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതൊക്കെ ഇതിൽ ഒട്ടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതും ഫുള്ളായിട്ട് ഞാൻ തേച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് ഒട്ടിച്ച് എടുക്കണം. നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ചെരിയാതെ ഒട്ടിക്കാൻ ശ്രമിക്കുക. ചെരിയാതെ നേരെ ഒട്ടിക്കാൻ നോക്കണം കേട്ടോ. പിന്നെ ഇതാണ് ഒട്ടിക്കാനുള്ളത്. അപ്പോൾ അതും ഒട്ടിച്ചു. പിന്നെ നമ്മുടെ നോട്ട് പാഡ് ഒട്ടിക്കാണ്ട് അതും ഒട്ടിച്ചു. നെക്സ്റ്റ് ആണ് സ്റ്റിക്കി നോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഒരു ചാർട്ടിൽ A4 ഷീറ്റ് മതി.
അല്ലെങ്കിൽ വല്ല കാർഡ്ബോർഡ് എടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാർട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചാർട്ടുള്ളവർ ചാർട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമുക്കിനി കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കുറച്ച് ക്യൂട്ടാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റിക്കറും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുമ്മക്ക് കൂടി കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒരു ഹാപ്പി എന്നുള്ളൊരു സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് ഞാൻ ഒന്നും കൂടി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ലോക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിൽ കുറച്ച് ഡിസൈൻസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എനിക്ക് ഇത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉൾഭാഗം നമ്മൾ ഉണ്ടാക്കിയൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് വൈറ്റ് കളർ മാത്രമായപ്പോൾ എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇവിടെ മറ്റേ ലോക്ക് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടില്ല ആ സാധനം കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളാണ്. ഇത് ഞങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേറെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിലേറെ വലുതാക്കിയിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ നോട്ട് പാഡൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിൽ ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരാണ് എഴുതി കൊടുക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിലിപ്പോൾ നമുക്ക് എന്തെങ്കിലും ടു ഡു ലിസ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ എഴുതിയിട്ട് നമുക്കിങ്ങനെ പറിച്ച് കളഞ്ഞാൽ മതി. പിന്നെ നോട്ട് പാഡിൽ നമുക്ക് എന്തെങ്കിലും എഴുതിയിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ പറിച്ച് കളഞ്ഞാൽ മതിയൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സാധനം. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ബാക്കിൽ അങ്ങനെ ഒന്നും ഒട്ടിച്ചെടുത്തിട്ടില്ല. ഫ്രണ്ടിലും ഒക്കെയാണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കർ ഇല്ലെങ്കിൽ സ്റ്റിക്കർ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.